എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന സ്പൈസസ് ബോർഡിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട്. കേരളത്തിലും വേക്കൻസി ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ സ്പൈസസ് ബോർഡിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. തസ്തിക വരുന്നത് എക്സിക്യൂട്ടീവ് ആണ്. എക്സിക്യൂട്ടീവ്സ് ഡെവലപ്മെൻ്റ് ആണ്. കോൺട്രാക്റ്റ് ബേസിസിലാണ് ജോലി വരുന്നത്. ഇനിഷ്യലി 1 ഇയറിലേക്കാണ് ജോലി വരുന്നത്. പിന്നീട് നിങ്ങളുടെ പെർഫോമൻസും റിക്വയർമെൻറ്റും അനുസരിച്ച് 1 ഇയറിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേക്കൻസി വരുന്നത് ഏതൊക്കെ ഓഫീസിലാണെന്ന് നോക്കാം. കേരളത്തിൽ കൊച്ചിയാണ് 2 വേക്കൻസി. തമിഴ്നാട്ടിൽ പോതിനായകനൂറാണ് വരുന്നത് 1 വേക്കൻസി. ഹിമാചൽ പ്രദേശിൽ ഉണയാണ് വരുന്നത് 1 വേക്കൻസി. സിക്കിം മങ്കാൻ 1 വേക്കൻസി. വെസ്റ്റ് ബംഗാളിൽ സുഖിയ പോഹറി 1 വേക്കൻസി. ഇങ്ങനെയാണ് വേക്കൻസി വരുന്നത്. കേരളത്തിൽ കൊച്ചിയിലാണ് വേക്കൻസി വരുന്നത്. ഇനി ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ക്വാളിഫിക്കേഷൻ വേണ്ടത് BSc അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ ഫോറസ്ട്രി ആണ്. റെഗുലർ കോഴ്സ് ആയിരിക്കണം. ഇനി ഇതല്ലെങ്കിൽ MSc ബോട്ടണി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ജനറൽ അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷനാണ്. അപ്പോൾ ഒന്നുകിൽ BSc അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഫോറസ്ട്രി അല്ലെങ്കിൽ MSc ബോട്ടണി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രായപരിധി 40 വയസ്സ് കവിയരുത്. ഇതിലേക്ക് 2 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ദ റെസ്പെക്റ്റീവ് ഏരിയ ഓഫ് സ്റ്റഡി ഓർ ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ റിലേറ്റഡ് ഫീൽഡ്. ഇതാണ് യോഗ്യത വേണ്ടത്. ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും കൂടാതെ 2 ഇയർ എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. റെമുനറേഷൻ ലഭിക്കുന്നത് ഫസ്റ്റ് ഇയറിൽ പെർ മന്ത് 30,000 രൂപയാണ്. പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞുള്ള മന്തുകളിൽ 35,000 രൂപയാണ് റെമുനറേഷൻ ലഭിക്കുന്നത്. പീരീഡ് ഓഫ് എൻഗേജ്മെൻറ്റ് 1 ഇയർ ആണ്. പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ തന്നെ വെന്യൂവും ഡേറ്റും ഒക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആപ്ലിക്കൻസിനെ റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും. ഇൻ്റർവ്യൂവിന് ക്വാളിഫൈ ചെയ്യുന്ന ആപ്ലിക്കൻസിനെയാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് മെയിൽ വഴി അയച്ചു കൊടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പിയും വെച്ച് വേണം അയക്കാനായിട്ട്. നിങ്ങൾ മെയിൽ അയക്കേണ്ട മെയിൽ ID വരുന്നത് hrd.sp/ker@gov.in ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഏപ്രിൽ 7 മുമ്പായിട്ടാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഏത് ലൊക്കേഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് എഴുതി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് കൊടുക്കേണ്ടതാണ് ഏത് സംസ്ഥാനത്തേക്കാണ് ഏത് ലൊക്കേഷനാണെന്നുള്ളത്. ഒരാൾക്ക് ഒരു സ്ഥലത്തേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഒരു തവണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മെയിൽ അയച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഹാർഡ് കോപ്പി നേരിട്ട് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. നേരിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് വഴി അയക്കാവുന്നതാണ്. അയക്കേണ്ട അഡ്രസ്സ് സെക്രട്ടറി സ്പൈസസ് ബോർഡ് കൊച്ചി, ഈ അഡ്രസ്സിലാണ് അയക്കേണ്ടത്. പോസ്റ്റ് കിട്ടേണ്ട അവസാന തീയതി ഏപ്രിൽ 14 അതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക. അപ്പോൾ മെയിൽ കിട്ടേണ്ട അവസാന തീയതി ഏപ്രിൽ 7. ഡയറക്റ്റായിട്ട് അയക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 14. മറക്കണ്ട. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത്. ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അയച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ആപ്ലിക്കേഷൻസ് എല്ലാം കൂടി ചേർത്തിട്ട്, അതായത് ആപ്ലിക്കേഷനും ഡോക്യുമെൻറ്റ്സും കൂടി ചേർത്തിട്ട് സിംഗിൾ PDF ആയിട്ട് വേണം അയച്ചു കൊടുക്കാനായിട്ട്. PDF തയ്യാറാക്കുമ്പോഴത്തേക്കും ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ അനുസരിച്ച് വേണം നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് വെക്കാനായിട്ട്. ആദ്യം വെക്കേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്താണ് നിങ്ങൾ ആദ്യമേ വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് വെക്കുക. അത് ക്രൊണോളജിക്കൽ ഓർഡറിലായിരിക്കണം. ആദ്യം 10ാം ക്ലാസ്, +2 അങ്ങനെ ഓർഡറിൽ വേണം വെക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ID പ്രൂഫാണ് വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, അത് കഴിഞ്ഞിട്ട് മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റാണ് വെക്കേണ്ടത്. ഈ ഓർഡറിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ PDF ആയിട്ട് വെക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിനകത്ത് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യേണ്ടതാണ്.
അതായത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോർ എക്സിക്യൂട്ടീവ് ബ്രാക്കറ്റ് ഡെവലപ്മെൻറ്റ് ഇങ്ങനെ എഴുതി വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആപ്ലിക്കൻസിൻ്റെ ലിസ്റ്റൊക്കെ തന്നെ സൈറ്റിലായിരിക്കും വരുന്നത്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാലിഡ് ആയിട്ടൊരു പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. വർക്കിംഗ് അവേഴ്സ് വരുന്നത് രാവിലെ 9 മുതൽ വൈകുന്നേരം 5:30 വരെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്പൈസസ് ബോർഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരമുണ്ട്. BSc അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി അല്ലെങ്കിൽ MSc ബോട്ടണി കൂടാതെ 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.